ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ വളരെ മനോഹരമായൊരു മറ്റൊരു മോൺസ്ട്രിയിലാണ് നിൽക്കുന്നത്. ഡിറാങ് മോൺസ്ട്രി. ഈ ഡിറാങ് അല്ലെ DIRANG ഡിറാങ് മോൺസ്ട്രി. അതായത് ഡിറാങ് ടൗണിൽ ഒരു 7 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ മോൺസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പം പുതിയ ആൾക്കാരാണെങ്കിൽ കുടുംബത്തിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂ. മൊത്തം വീഡിയോ കാണാം. നമ്മുടെ ഈ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന പോലെ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ നല്ലൊരു വ്യൂ കിട്ടുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ വാലീസ് നിന്ന് കയറി വരുന്ന സമയത്ത് ആ ഒരു വാലീസ് നിന്ന് കയറി വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. 2017 ദലൈലാമ ഈ മോൺസ്ട്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ പലതരത്തിലുള്ള മോൺസ്ട്രീസ് ഉണ്ടെങ്കിലും ഇതിന് വല്ലാത്തൊരു പ്രയോറിറ്റി, വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു വഴി കൂടി വന്ന് നമ്മൾ എന്താ പറയുക, മുകളിലേക്കുള്ള വഴി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കണ്ടോ, നമ്മൾ ആ വഴിയാണ് കയറി വന്നത്. സോ നമ്മൾ അവിടെ നിന്നാണ് ഗൈസ് കയറി വന്നത്. അവിടെ നിന്ന് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കാഴ്ചകളെന്ന് പറയുന്നത് ഇത് കണ്ടോ, ആ വ്യൂ, ആ സ്തൂപത്തിൻ്റെ. ആ ഡിറാങ് റിവർ, എൻ്റെ പേര് ഡിറാങ് റിവർ എന്നല്ല, ആ ഡിറാങ് റിവർ ഒഴുകുന്ന നദി ഒഴുകുന്നതും ആ ഒരു വാലീസും ഒക്കെ ആയിട്ട് നമ്മൾ താഴേന്ന് വരുമ്പോൾ എന്താ നമുക്ക് കാണുന്നത് ഒരു ഗോൾഡൻ കളർ, അല്ലെങ്കിൽ ഒരു ഗോൾഡനിൽ സ്വർണ്ണത്തിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിങ്സാണ് വരുന്നത്. കാരണം ഞങ്ങളത് താഴേന്ന് കണ്ടായിരുന്നു. നിങ്ങളത് നോക്കി എന്താ കാഴ്ചകളൊന്നും ഇവിടെ നിന്നുള്ള, എന്ത് പീസ്ഫുള്ളാണ്. ഞങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് വേറൊരു മോൺസ്ട്രി ഉണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ മൺഡേ ടു ഫ്രൈഡേ ആണ്, അല്ല മൺഡേ ടു സാറ്റർഡേ ആണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിന്ന് സൺഡേ ആണ് വന്നിരിക്കുന്നത്. എൻട്രി ഉണ്ട്. ഭയങ്കര പീസ്ഫുള്ളായ പ്ലേസാണ്. കാരണം നമ്മൾ ചില അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒത്തിരി ഓവർ നോയ്സുള്ളൊരു ഇഷ്യൂസൊന്നും ഇവിടെ ഫേസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ മുകളിൽ മെയിൻ സെൻറ്ററിലേക്ക് കയറുക. വ്യൂ ഇത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു കുന്നിൻ്റെ മുകളിലേക്ക്, ഇത് നമ്മൾ കുന്നിൻ്റെ മുകളിലേക്ക് കയറി വരുവാണല്ലേ. ഇതിൽ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്, നമ്മുടെ റുബുൽ ഭായ് പറഞ്ഞത്, കുന്നിൻ്റെ മുകളിലേക്ക് കയറി വന്ന് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങണം. സോ അപ്പോഴാണ് ഈ വ്യൂസ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇവിടുന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നത്. എടാ നീ കറക്കടാ ചെല്ല. ഓക്കെ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടില്ലായിരുന്നോ എൻ്റെ ആ ബോംഡിലിയ മോൺസ്ട്രി കണ്ട സെയിം സാധനം ഇവിടെയുണ്ട്. സർവ്വഭാവ വിമോചനങ്ങൾ, നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റും എന്നൊക്കെ പറയുന്നത്. എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തി തരിക. ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. ക്ലോക്ക് വൈസാടാ ഞാൻ കിടക്കാം. ഇതിങ്ങനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, പാപങ്ങൾ മാറും എന്നാണ്, അസുഖങ്ങൾ മാറും, പാപങ്ങൾ മാറും എന്നാണ് പറയുന്നത്. പക്ഷേ എന്താ പറയുക, നമ്മൾ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ, നമ്മൾ ബുദ്ധിസ്റ്റ്. പക്ഷേ ബാംഗ്ലൂർ ഒരു മൊനാസ്ട്രി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നു, ബുദ്ധിസത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ പലതും മനസ്സിലാവുള്ളൂ. ഇതിനെ നോക്കിക്കണ്ടാൽ അറിയാം, ഈ ഓരോ മണി എന്നാണ് പറയുന്നത് അറിയില്ല, ഈ മണിയിലും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സ്തൂപത്തിലും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊന്നും അത് മനസ്സിലാവില്ല അല്ലേ. ഇത് ഞാൻ നല്ല മനസ്സോടെയാണ് ഗൈസ് പൂർണ്ണമായിട്ട് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും നല്ലത് വരുന്നത്. കാരണം നമ്മുടെ ലൈവിൽ വരുന്ന നമ്മുടെ ചാനലിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. താര ആവട്ടെ, അഞ്ചു ആവട്ടെ, ബിജു ആവട്ടെ, അക്കു ആവട്ടെ,
അല്ലെങ്കിൽ നിതിനാവട്ടെ, അങ്ങനെ ഒരുപാട് പേര്, രാകേഷിനാവട്ടെ, ഒരുപാട് പേര് നമ്മൾ സഹായിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ലത് കിട്ടും. കുടുംബം, നമ്മുടെ ഫാമിലി ഉൾപ്പെടെ. ഇപ്പം കഴിഞ്ഞ ദിവസം വിദ്യാമ്മ, മമ്മി രാവിലെ വിളിച്ചു, നിങ്ങൾ ഫുഡ് കഴിക്കുക, നിങ്ങൾ മുടക്കരുത്. ഒരുപാട് പേരെ സഹായം കൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഇവിടേക്ക് വരും, പ്രാർത്ഥനകൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉള്ളിലുള്ളൂ. അപ്പം ഞാൻ പറയായിരുന്നു, നമ്മൾ ഈ ബുദ്ധിസത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും അല്ലെങ്കിൽ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എന്താ പറയുക കംപ്ലീറ്റായിട്ട് നമുക്ക് ഈ മൊനാസ്ട്രിയൊക്കെ അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതിനെ ഒരു ആഴത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാ മൊനാസ്ട്രിയും വിസിറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ഒരു മൊനാസ്ട്രിയും നമ്മൾ വന്ന് കണ്ടു എന്നല്ലാതെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ടൂറിസ്റ്റ് ആയിട്ടല്ല നമ്മളിവിടെ വന്നത്. ഞങ്ങൾ രണ്ടാളും കാരണം എനിക്ക് ഒരിക്കലും ടൂറിസ്റ്റ് എന്നൊരു മെൻറ്റാലിറ്റി പോലും എൻ്റെ ഉള്ളിൽ വരുന്നില്ല. ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എക്സ്പ്ലോർ ചെയ്യുക, ആ ഒരു പീസ്ഫുൾനെസ്, ആ ഇന്നർ പീസ് ഫീൽ ചെയ്യുന്നതാണ്. കാരണം രാമുവിന് ശരിക്കും അറിയാം, ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് പെട്ടെന്നാവുന്ന ഒരാളാണ്. ചെറിയ പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നമ്മളെല്ലാം മറക്കുക ചെയ്യുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഞാൻ എല്ലാം മറക്കുന്നുണ്ട്. വളരെ പോസിറ്റീവാണ് ഈ കാഴ്ചകളുടെ ഫോക്കസ് പോകുന്നത്. കാരണം എനിക്ക് ബുദ്ധിസത്തെക്കുറിച്ച് വലിയ അറിവില്ല, എൻ്റെ നോളജ് വളരെ ലിമിറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു രാമുവിൻ്റെ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ കുറച്ച് മെഡിറ്റേഷൻ, കുറച്ച് സമാധാനം, ഭയങ്കരമായിട്ടൊരു പീസ്ഫുൾനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ താഴെ നിന്നപ്പോൾ മറ്റേ പുള്ളി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആ വാലിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് സ്വർണം പൊതിഞ്ഞിട്ട് നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. സോ എൻ്റെ എന്താ പറയുക ഗൈസ്, ഭയങ്കര പീസ്ഫുള്ളാണ് ഗൈസ്. അതുമാത്രം കാണാൻ ഒത്തിരി ഭംഗിയുണ്ട്, കാണാൻ രസമുണ്ട്. ഓ, നിങ്ങൾ കാണുന്നുണ്ടോ കാഴ്ചകൾ? ഓഫ് എൻ്റെ അമ്മോ. ശരി വാ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓ ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ അകത്തേക്ക് എന്താ പറയുക, അകത്തേക്ക് ക്യാമറ അലൗഡ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് കയറുകയാണ് കൊണ്ടിട്ട്. ഇവിടെ എന്തൊക്കെ പൂജ എന്തൊക്കെ കഴിഞ്ഞിട്ട് കുറേ ക്ലീനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അകത്ത് നടക്കുന്നുണ്ട്. അകത്ത് ഫോട്ടോ അലൗഡ് അല്ലെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ റിസ്ക് എടുക്കുന്നില്ല, ഞാൻ കയറിയിട്ട് വരാം. നമ്മൾ അകത്തേക്ക് കയറിയില്ല, ചേട്ടനകത്ത് കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. ഫോട്ടോ അകത്ത് അലൗഡ് അല്ല എന്ന് അവർ പറഞ്ഞു, അപ്പം നമ്മൾ അകത്തേക്ക് കയറിയില്ല. ഹേ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം അല്ലേ. ഞാൻ അകത്തേക്ക് കയറിയില്ല, കാരണം എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല, എനിക്ക് പീരീഡ്സ് ആണ്. പക്ഷേ ഇവിടെ എങ്ങനെ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്തായാലും നമ്മുടെ ഒരു വിശ്വാസമല്ലേ, നമ്മൾ ഹിന്ദുസിനുള്ള മീൻസ് പള്ളിയിലൊക്കെ പോകാൻ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ബുദ്ധിസ്റ്റ് അവർക്ക് എങ്ങനെയാണ് എന്നറിയില്ല. അപ്പം അറിയാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും ചെയ്ത് പണി മേടിക്കുന്നതിനെക്കാട്ടിലും ചെയ്യാതിരിക്കണമല്ലോ എന്നത്. അപ്പം ഞാൻ കയറിയില്ല, ഞാൻ പുറത്ത് നിൽക്കാം. ചേട്ടൻ എന്തായാലും കയറിയിട്ട് വരട്ടെ. പിന്നെ എന്താണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഇത്രയും നല്ല നല്ല ഒരുപാട് മെമ്മറീസ് ഞങ്ങളുടെ ലൈഫിൽ കിട്ടിയത് ഒരു മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് എന്താ പറയുക പുതിയ കാര്യങ്ങൾ കാണണം എന്ന് ആണ് എൻ്റെയും ആഗ്രഹം. അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഞാൻ വന്നിട്ട് വേറെ അകത്തുനിന്ന് വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ ബൊംബിലെ മോൺസ്റ്ററിന് ഇഷ്ടംപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം വന്നിട്ട് ഇവിടുത്തെ ഒരു വ്യൂസാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ നോക്കി ഇതൊരു ബുദ്ധിസ്റ്റ് മോൺസ്റ്റർ മാത്രമല്ല, ഇതൊരു ഹിൽ ടോപ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടൗണിൻ്റെ മറ്റൊരു വ്യൂ അല്ലെങ്കിൽ ആ ഒരു വാലി, ഇത് വാലി അല്ലേ, ആ വാലിയുടെ വളരെ മനോഹരമായ ഒരു വ്യൂ. ആ ടോപ്പിൽ എന്താണെന്ന് എനിക്കറിയില്ല, കണ്ടോ ആ ടോപ്പിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതിലല്ലേ ഞങ്ങൾക്ക് വരുന്നില്ല. സോ ഇപ്പോൾ ഈ ഗോൾഡനാണ്. ഇതിൻ്റെ ആർട്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവണമില്ല, നമുക്ക് കുറേ അധികം എന്താ പറയുക റിസർച്ച് നടത്തണം, നമുക്ക് കുറേ അധികം അറിവുകളുണ്ടാവണം. നമുക്ക് രണ്ടുപേർക്കുമുള്ള ഒരു പോസിറ്റീവ് സൈഡ്, നമുക്കുള്ള ഒരു മെച്ചം, അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയ മെച്ചമെന്ന് വെച്ചാൽ എനിക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് ഈ പ്രകൃതിയോട് കൂടുതലായിട്ട് ഇണങ്ങാൻ പറ്റി. കുറേ പീസ്ഫുൾ, കുറച്ച് മനസ്സിന് സമാധാനം, ഒരു മെൻ്റൽ പീസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഇന്നർ പീസ് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ വന്നിട്ട് ഈ പുറമേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ കാഴ്ചകൾ മനസ്സിനും ശരീരത്തിനും സമാധാനം തരുന്നുണ്ട്.
ഓക്കെ, നമുക്കിതേക്കുറിച്ച് വലിയൊരു നോളജ് ഇല്ല, അത് കുറച്ച് ഞാൻ എഗ്രി ചെയ്യുന്ന ഒരാളാണ്. തൻ്റെ അഭിപ്രായം എന്തുവാണ്? നല്ല കുറച്ച് നേരം നല്ല സമാധാനം തോന്നുന്നുണ്ട് ഇവിടെ ഇരുന്ന്. അതിന് നമ്മൾ ബാംഗ്ലൂരും നാട്ടിലും ഇവൻ ഇൻഫാക്ട് നാട്ടിൽ പോലും നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടില്ല. കാര്യം എന്താ, നാട്ടിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ഇവിടേക്ക് അത് ചെയ്യും ഇത് ചെയ്യും, മറ്റുള്ളവരുടെ കമൻറ്റ്സ്, ക്രിറ്റിസൈസേഷൻസ് ഒക്കെ. ഇപ്പം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രസൻസും ഷെഡ്യൂൾ ചെയ്തിരുന്ന കുറച്ച് വീഡിയോസും കുറച്ച് നല്ല കുടുംബക്കാരും ഒഴിച്ച് ബാക്കി ഒന്നുമില്ല. ഞങ്ങൾ വളരെ ലിമിറ്റഡ് സോഷ്യൽ പ്രസൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണത്. അപ്പോൾ ഈ വരുന്ന കുറച്ച് നല്ല ആൾക്കാരുണ്ട്, അവരോട് സംസാരിക്കുന്നു. സോ ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്താൻ കാരണം ഈ ട്രാവലിങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരു ഇന്നർ പീസാണ്. കാരണം എൻ്റെ ഉള്ളിലിപ്പം സമാധാനം തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നത് ട്രാവൽ ചെയ്യൂ ഗൈസ്, മനസ്സറിഞ്ഞ് ഉള്ളിൽ നിറഞ്ഞ് ട്രാവൽ ചെയ്യുമോ. അകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കില്ലാതില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് എന്താ പറയാ, കയറാമായിരിക്കാം, പക്ഷെ ഇല്ല, നമ്മൾ റിസ്ക് എടുക്കുന്നല്ലോ. അതാണ് നമുക്ക് ഇനി വെളിയിലെ കാഴ്ചകൾ ഇതൊക്കെ നമ്മൾ കാണുക. ആ ഒരു കാഴ്ചകൾ കാരണം എത്രയൊക്കെ കണ്ടിട്ടും മതി വരുന്നില്ല ആ കാഴ്ചകൾ. ഒരുപാട് പേര് ഇവിടേക്ക് വരുന്നുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ പല സ്ഥലത്തു നിന്നും പല നാടുകളിൽ നിന്നും ഒക്കെ ആയിട്ട് ഞാൻ സൗത്ത് ഇന്ത്യൻസിനെ കണ്ടില്ല കേട്ടോ ഇതുവരെയും. സൗത്ത് ഇന്ത്യൻസ് എനിക്കറിയാൻ കണ്ടിട്ടില്ല, പക്ഷെ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേര് ഇവിടേക്ക് വരുന്നുണ്ട്. നമ്മളിത് എന്താ പറയുക, തിരിച്ചിറങ്ങുകയാണ്. നമ്മൾ ആ ഹിൽ ടോപ്പിലെ വ്യൂവിൽ വന്ന് നമ്മളത് മെയിൻ ആയിട്ടുള്ള സംഭവം കണ്ടിട്ട് നമ്മൾ തുടങ്ങാം. നിങ്ങൾ നോക്കിയ കാഴ്ചയൊക്കെ ഉണ്ടോ? നമ്മൾ ആ സൈഡിൽ കൂടി കയറിയിട്ട് ഈ സൈഡിൽ കൂടി അതെ, നമ്മൾ റൈറ്റ് സൈഡിൽ കൂടി കയറി, നമ്മൾ റൈറ്റ് സൈഡിൽ കൂടി കയറി ലെഫ്റ്റ് സൈഡിൽ കൂടി തിരിച്ചിറങ്ങുക ചെയ്യുന്നത്. ഇവിടെ സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷൻ. കാരണം ഇവർ പാർക്കൊക്കെ വളരെ നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് വണ്ടി വരാനുള്ള വഴിയാണ്. ഇത് നോക്കി, നമ്മൾ ടൗണിൻ്റെ ഒരു വ്യൂ നോക്കി. സുഹൃത്തുക്കളെ, ഒരു കാര്യം പറയാമല്ലോ. എന്താ പറയുക, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടോ, പറയാതിരിക്കാൻ ചാൻസസ് ഇല്ല. ഈ യാത്രകൾ ചെയ്യുന്നതോറും പിന്നെയും യാത്ര ചെയ്യാൻ തോന്നുന്നത്. ഞാൻ ഇന്നും കൂടി ഇയാളോട് പറഞ്ഞു, എനിക്കൊരു ബെറ്ററായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വേറൊരു കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട്. അല്ലെങ്കിൽ 2 വട്ടം വന്നു, സെയിം കമ്പനിയാണ്. അത് നൈറ്റ് ഷിഫ്റ്റാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് പ്യൂർ നൈറ്റ് ഷിഫ്റ്റാണ്, US ക്ലയൻസിൻ്റെ കൂടെയാണ്. കാരണം അത് പോയാൽ കുറച്ചുകൂടി യാത്ര ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഫണ്ട് വരും എന്നുള്ള സംശയമാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അറിയില്ല, ഇയാൾ സമ്മതിക്കത്തില്ല. കാരണം യാത്ര ചെയ്യണം കഴിയും. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് തന്നെ എവിടെ മനുഷ്യന് പറ്റണില്ല, അന്നേരം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ. പക്ഷെ എൻ്റെ അടുത്ത് എനിക്ക് വന്നിട്ട് ഈ യാത്രകൾ എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഗൈസ്, ഇത് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു എന്നെ. ഇന്ന് തന്നെ ഞങ്ങൾ ഹോട്ട് സ്പ്രിംഗ് പോയി കേട്ടോ. വേസ്റ്റ് എക്സ്പീരിയൻസ്, വളരെ മച്ചുകൂടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ ഹോട്ട് സ്പ്രിങ്ങിൽ പോയ സമയത്ത് എൻ്റെ മുട്ടിരുന്ന് പിടിക്കുന്നു എൻ്റെ 2 പേരുടെ. അപ്പോൾ എന്നിട്ടും യാത്ര ചെയ്ത് മതിയാവുന്നില്ല ഗൈസ്. എനിക്കറിയില്ല കേട്ടോ. അത് 30 SSB, അത് ഇന്ത്യൻ ആർമിയുടേതാണ്. ഇന്ത്യൻ ആർമി മീൻസ് ഐ ലവ് ഡിറാങ്. 30 എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൻ്റെയാണ്, പാരാമിലിറ്ററി ഡിഫൻസ് ഫോഴ്സസാണ്. SSB ആണെങ്കിൽ പാരാമിലിറ്ററിയാണ്. SSB പാരാമിലിറ്ററിയാണ്, സമസ്ത്ര ശാസ്ത്ര. തിരിച്ചു പോവുകയാണ്. എന്താ പറയുക, നമ്മുടെ ജുബുൽ ഭായ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാക്കും. പക്ഷെ വളരെ നല്ലൊരു കാഴ്ചയാണ് ഗൈസ്. എനിക്ക് ഇനി ഇവിടുന്ന് ഒരു 30-35 കിലോമീറ്ററോളം നമുക്ക് മൊണ്ടാല ടോപ്പിലേക്കുണ്ട്. ടോപ്പ് അവിടെ ഒരു 104-108 സ്തൂപങ്ങളോ മറ്റോ ഉണ്ടെന്നാണ് പറയുന്നത്. വാവ്, അവിടെ ബ്യൂട്ടി ഉണ്ട് ഗൈസ്. എന്താ പറയുക, സോറി, ഇതായത് നമ്മൾ ആ വഴിയിൽ നിന്നാണ് വന്ന് നമ്മൾ അങ്ങോട്ടേക്കാണ് വണ്ടിയിലേക്ക് കയറിയത്. എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നു ഗൈസ്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം ഗൈസ്. അപ്പം ഈ വീഡിയോ ഇത്ര മാത്രം. അപ്പം ഡിറാങ് മോൺസ്റ്ററുടെ മുന്നിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം അപ്പോൾ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്തുവാടാ, ഫൈനൽ വെർഡിക്റ്റ് എന്തുവാടാ ഈ ഡിറാങ് മോൺസ്റ്ററിന്റെ ഫൈനൽ വെർഡിക്റ്റും കൂടി പറഞ്ഞേക്കുക. കൊള്ളാം, നല്ല ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഫുള്ള് മൊണാസ്ട്രീസ് ആണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ബേസിക്കലി അതിൽ നല്ലൊരു മൊണാസ്ട്രിയാണ് കാണാൻ. നിങ്ങൾക്ക് മൊണാസ്ട്രി കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് മൊണാസ്ട്രി കാണാൻ മാത്രം ഇഷ്ടമുള്ള ആൾക്കാരല്ല, നിങ്ങൾക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങളൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നെങ്കിൽ, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇവിടെ बहुत വിസിറ്റാണ്. ഇപ്പോൾ ഞങ്ങൾ അരുണാചലിൻ്റെ ബേസ് ലൈൻ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ. അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഡിറാങ് വരുമ്പോൾ ഒരു 1 ഡേ, കാരണം നമ്മൾ തവാങ്ങിലേക്ക് ഒരു അപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്നതിന് മുന്നേ ജസ്റ്റ് സ്ലോലി പോകാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കര പീസാണ്, കുറേ അധികം
നേച്ചറിനെ കുറിച്ചിട്ട് കുറേ നമ്മുടെ ആർട്ട് വർക്കുകളെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞാനവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്ത ഒരാളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബൈ, ലവ് യു ഗൈസ്. അപ്പോൾ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പക്ഷെ ഇതിൻ്റെയൊക്കെ പർപ്പസ് നമുക്ക് അറിയണമെങ്കിൽ വലിയ പാടാണ്. വാവ്, ആ എൻട്രി ഗേറ്റിന് എന്തോര് ഈ പട്ടികളൊക്കെ കണ്ടോ? എന്തോര് നമ്മുടെ നാട്ടിലെ ചാവാലി പട്ടികളെ പോലെയാണോ ഈ പട്ടികൾ? ഇവിടുത്തെ വിന്റർ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ സ്കിന്ന് ഭയങ്കര തിക്കാണ്. അതാണ്, ഒരു സിംഹത്തിനെ പോലെയുള്ള പട്ടികളാണ് ഇവിടെ. ഇൻ ലവിങ്, ഓക്കെ, ഇത് ആരുടെ മെമ്മറിക്കാണ്. ഇൻ ലവിങ് മെമ്മറി ഓഫ് ലേറ്റ് ലങ്കാദിപ്രിക്ക. 2013 മരിച്ച ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ളതാണത്. ഇന്ന് താൻ ചോദിച്ച ഓർമ്മയല്ലേ എൻ്റെ ഗൈസ്? എൻ്റെ ഈ സാധനം വന്നിട്ട് എത്രത്തോളം മറന്നു നടക്കും അത്രത്തോളം ഭാഗ്യം വരുന്ന. ഓക്കെ ഗൈസ്, സൂപ്പർ ആണല്ലോ. പോടാ.